നമുക്ക് കുറച്ചധികം പുറകെ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഇരുട്ട്, അതിൽ നിന്നാണ് തുടക്കം. 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇരുട്ട് മാത്രമായിരുന്നു ഈ പ്രപഞ്ചത്തിൽ. പിന്നീട് ഒരു പൊട്ടിത്തെറിയിലൂടെ എല്ലാത്തിനും തുടക്കം കുറിക്കുന്നു. ബില്യണിലധികം ഗാലക്സികളും 200 ബില്യൺ ട്രില്യൺ നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളെ വലയം ചെയ്യുന്ന ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളും ജനിക്കുന്നു. മൊത്തത്തിൽ മിൽക്കി വേ ഗാലക്സിയും അതിലെ 400 ബില്യൺ നക്ഷത്രങ്ങളിലൊന്നായി സൂര്യനും അതിനെ ചുറ്റുന്ന നമ്മുടെ ഭൂമിയും ഉണ്ടാകുന്നു. ഇന്ന് ഭൂമിക്ക് പ്രായം 4.5 ബില്യൺ വർഷങ്ങളാണ്. ചുട്ടുപഴുത്തതും തണുത്തു മരവിച്ചതുമായ പല അവസ്ഥയിലൂടെയും കടന്നുപോയ ഭൂമിയിൽ 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവികൾ പിന്നീട് പലതായി പരിണമിച്ചു. പ്രകൃതിയിലെ പ്രശ്നങ്ങളെ മറികടന്നവ, അതിനെ തരണം ചെയ്തവ അതിജീവിച്ചു, അല്ലാത്തവ മണ്ണോട് ചേർന്നു. വർഷങ്ങൾ വീണ്ടും ഒരുപാട് കടന്നുപോയി. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ സാപ്പിയൻസ് കിഴക്കൻ ആഫ്രിക്കയിൽ താമസിക്കാൻ ആരംഭിച്ചു. അവർ കൂട്ടം കൂട്ടമായി ജീവിക്കുകയും പിന്നീട് അവരിൽ സംസ്കാരങ്ങൾ ഉടലെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യകാല മനുഷ്യരിലും ആദ്യം ഉടലെടുത്തത് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അവനെക്കുറിച്ചും അവനെ പടച്ച ദൈവത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നത്. ആ ചോദ്യങ്ങളിൽ നിന്ന് പിന്നീട് മതങ്ങൾ പിറവിയെടുത്തു. പിന്നെയും മനുഷ്യൻ കൂടുതൽ ചിന്തിക്കാൻ ആരംഭിച്ചു. സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമെല്ലാം അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഉത്തരങ്ങൾ നേടിക്കൊണ്ടേയിരുന്നു, നേട്ടങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. പിന്നെയും കാലചക്രം ഒരുപാട് മുമ്പോട്ട് തന്നെ നീങ്ങി. യുഗങ്ങളിൽ എപ്പോഴോ സ്വാർത്ഥനായി മാറിയ മനുഷ്യൻ പരസ്പരം കലഹിക്കാനും രക്തച്ചാലുകൾ തീർക്കാനും തുടങ്ങി. വർണ്ണവും മതവും ജാതിയും ഭാഷയുമെല്ലാം അതിൻ്റെ ചില കാരണങ്ങളായി. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു യുദ്ധം വരുത്തിവെക്കുന്ന കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരെന്നറിയാമോ? കൊല്ലപ്പെടാതെ അവശേഷിക്കുന്ന, പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന മനുഷ്യരാണ്. കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കരഞ്ഞു കേഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനുഷ്യ മനസാക്ഷിയെ. ഒരു നേരത്തെ അന്നത്തിനായുള്ള പോരാട്ടമാണ് ഗാസയിലെ ക്യാമ്പുകളിലെങ്ങും കാണുന്നത്. എവിടെ ഭരണം അവിടെ മരണം, 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 എവിടെ ഭരണം അവിടെ മരണം. ലോകത്തിൻ കൈക്കുപ്പി എന്നെ ശരണം. എവിടെ ഭരണം അവിടെ മരണം, 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 എവിടെ ഭരണം അവിടെ മരണം. ഗാസയുടെ അന്നം നിഷേധിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ പ്രതികാര നടപടി. കൊടും പട്ടിണിയിലാണിപ്പോൾ ഗാസ. ഒരു നേരമെങ്കിലും വിശപ്പടക്കണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം. കയ്യിൽ ഒഴിഞ്ഞ പാത്രവുമായി ഭക്ഷണ വിതരണം നടക്കുന്നിടത്തേക്ക് ഓടിയെത്തുന്നവരെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നതും ഗാസയിലെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ये रूह का लिबास है, ये दर्द है तो क्या, ये इश्क की तलाश है, फना किया मुझे ये चाहने की आस ने धरा शिकस्त ही हुआ. ഭയം പട്ടിണിയേക്കാൾ വലുതാണോ? അല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഗാസയിലെ ജനങ്ങൾ. കുഞ്ഞുങ്ങളും കൂടപ്പിറപ്പുകളും പട്ടിണി മൂലം മരിക്കാതിരിക്കാൻ
വെടിക്കോപ്പുകളെയും മിസൈൽ ആക്രമണങ്ങളെയും ഭയക്കാതെ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. रज़ा है क्या तेरी दिलो जहां तबाह किया रज़ा भी क्या तेरी वफा को बेवफा किया दोबारा जिंदगी से यूं मुझे जुदा किया कहा इश्क की तलाश है फना किया मुझे ये चाहने की आस में तेरा शिकस्त ही ഒരിക്കൽ കൂടി പറയട്ടെ, പട്ടിണിയേക്കാൾ വലുതല്ല മറ്റൊന്നും. ഈ ലോകം ഇരുട്ടിൽ നിന്ന് തുടങ്ങി വെളിച്ചത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇന്ന് യുദ്ധമെന്ന അന്ധകാരം മനുഷ്യജീവിതത്തെ വീണ്ടും വിഴുങ്ങുകയാണ്. നിങ്ങൾ ഓർക്കുക, വിശപ്പിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. യുദ്ധം ബാക്കി വയ്ക്കുന്നതും അതുതന്നെയാണ്. ചരിത്രത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം അവശേഷിപ്പിക്കുന്ന ഈ ചോരക്കളി ബാക്കി വയ്ക്കുന്നത് എന്താണ്? വിശന്നു മരിക്കുന്ന 10,000-കണക്കിന് കുട്ടികളുടെ മുഖങ്ങളാണ്. ഇരുട്ടിലേക്കല്ല നമ്മുടെ യാത്ര തുടരേണ്ടത്. ആ കുരുന്നുകൾക്ക് സ്വാതന്ത്ര്യം നൽകൂ.